അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക. ആ വിജ്ഞാനത്തെ നാം നാഫിയാക്കുവാൻ നാം ശ്രദ്ധിക്കുക. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു ആ വിജ്ഞാനത്തിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും ആ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം പണത്തെ നൽകി ആ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുകയും സമൂഹത്തിലെ സാധുക്കളെ സഹായിക്കുകയും സമൂഹത്തിലെ എത്തിയ കുട്ടികളെ സഹായിക്കുകയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കും. വേറെ ഒരാൾ അദ്ദേഹത്തിന് ധാരാളം ഇൽമിനെ അല്ലാഹു തആല നൽകി. ആ വിജ്ഞാനത്തെ ഉപയോഗിച്ച് ആ പണ്ഡിതൻ ജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കും. രാവും പകലുമായി ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനായി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ആ വിജ്ഞാനങ്ങളെ പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല നൽകുകയും ചെയ്യുമാറാകട്ടെ.